ഇതുപോലത്തെ ഒരു കിടിലൻ മൊബൈൽ ലാവയുടെ സൈഡിൽ നിന്ന് ഞാൻ എക്സ്പെക്ട് പോലും ചെയ്തിട്ടില്ല. കഴിഞ്ഞ 2 മാസമായിട്ട് 4 മൊബൈൽസ് ആണ് ലാവ റിലീസ് ചെയ്ത് ബ്ലേസ് സീരീസ് ആൻഡ് നൗ ദ ബ്രാൻഡ് ന്യൂ പ്ലേ അൾട്ര. ബട്ട് ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ക്വാണ്ടിറ്റി, ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ക്വാളിറ്റി. സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലാവ പ്ലേ അൾട്ര 5G കുറിച്ചാണ്. അവർ ചീപ്പായിട്ട് തന്നെയാണ് ഈ മൊബൈൽ കൊടുക്കുന്നത്, എന്നാൽ നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് ആ മൊബൈൽ വർത്ത് ആണോ എന്ന് നോക്കണ്ടേ. സോ ലെറ്റ്സ് ജംപ് ഇൻ ടു അവർ 5 minutes റിവ്യൂ. ഞാൻ അക്കു, വെൽക്കം ടു അക്കൂസ് വ്യൂ. Coming to design, ഈ ഒരു മൊബൈൽ വരുന്നത് സിമ്പിൾ ആൻഡ് ടോൺ ഡൗൺ ഡിസൈനോട് കൂടിയാണ്. സ്ക്വയർ ആൻഡ് സർക്കിൾ സ്റ്റൈൽ ക്യാമറ മോഡിൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഫ്ലാറ്റ് സൈഡ്സ് ആയ കാരണം നിങ്ങൾക്ക് ഇൻ ഹാൻഡ് ഫീലും നൈസ് ആയിരിക്കും. സോ ഓവറോൾ ആയിട്ട് പറയുകയാണെങ്കിൽ മോഡേൺ ആണ്, എന്നാലും മിനിമൽ ആണ്. ദെൻ ഇതിന്റെ വെയിറ്റിലേക്ക് വരികയാണെങ്കിൽ 181.6 grams വരുന്നുണ്ട്. IP64 റേറ്റഡ് ആണ്. സോ ഡസ്റ്റ് ആൻഡ് വാട്ടർ സ്പ്ലാഷ് റെസിസ്റ്റന്റ് ആണ്. 3.5mm ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ വരുന്നുണ്ട്. സോ ഓവറോൾ ആയിട്ട് ഡിസൈൻ വൈസ് നമുക്ക് 7 out of 10 കൊടുക്കാം. ആൻഡ് ഡിസ്പ്ലേയിലേക്ക് വരികയാണെങ്കിൽ 6.67 inch full HD plus AMOLED display with 120Hz refresh rate and 1000 nits peak brightness. So peak brightness കുറച്ച് കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. Then bezels എല്ലാം impressively slim ആണ് ഈ ഒരു ബഡ്ജറ്റിന്. Wideband L1 സപ്പോർട്ട് കാരണം നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സ് പ്രൈം എല്ലാം ഫുൾ HD സപ്പോർട്ടിൽ കാണാൻ പറ്റും, ഒരു ഇഷ്യൂസും കൂടാതെ. സോ ഈ ഒരു ബഡ്ജറ്റിന് ഡിസ്പ്ലേക്ക് നമുക്ക് 7 out of 10 കൊടുക്കാം. Then പെർഫോമൻസിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെ ഒരു പെർഫെക്റ്റ് മൊബൈൽ സ്വന്തമാക്കാൻ സഹായിക്കുന്ന എനിക്ക് വേണ്ടി ആ ലൈക്ക് ബട്ടൺ ഒന്ന് തട്ടിയേക്കണേ. Then പെർഫോമൻസിലേക്ക് പോകുകയാണെങ്കിൽ ഈ മൊബൈൽ വരുന്ന MediaTek Dimensity 7300 ചിപ്സെറ്റോട് കൂടിയാണ്. സ്റ്റേബിൾ ആണ്, പവർ എഫിഷ്യന്റ് ആണ് ആൻഡ് ടെസ്റ്റഡും കൂടെയാണ്. ദെൻ അപ് ടു 8GB LPDDR4X RAM വരുന്നുണ്ട്. ആൻഡ് സ്റ്റോറേജിലേക്ക് വരികയാണെങ്കിൽ 128GB വിത്ത് UFS 3.1 വരുന്നുണ്ട്. ആൻഡ് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഇത് വളരെ റയർ ആണ്. ആൻറ്റിറ്റ്യൂഡ് സ്കോർ നോക്കുകയാണെങ്കിൽ 6.6 lakhs to 7 lakhs വരെ വരുന്നുണ്ട്. BGMI 60 FPS ഒരു ലാഗമില്ലാത്ത സ്മൂത്ത് ആയിട്ട് തന്നെ കളിക്കാം. അതുപോലെ തന്നെ തെർമൽസ് നല്ല രീതിക്ക് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ പെർഫോമൻസ് വൈസ് നമുക്ക് ഈ ഫോണിന് 9 out of 10 കൊടുക്കാം ഈ ഒരു പ്രൈസ് റേഞ്ചിന്. ദെൻ കമ്മിങ് ടു ബാറ്ററി, ഈ ഒരു ഫോൺ വരുന്നത് 5000 mAh ബാറ്ററി വിത്ത് 33 watts ചാർജർ ആണ്. 0 to 100 നിങ്ങൾക്ക് അറൌണ്ട് 83 മിനിറ്റ്സിൽ ചാർജ് ആവും. ഒരുപാട് ഫാസ്റ്റ് ഒന്നുമല്ല, എന്നാൽ ഡീസന്റ് ആണ്. സോ അതിന്റെ എഫിഷ്യൻസി ആൻഡ് കൺസിസ്റ്റൻസി എല്ലാം നമുക്ക് കൺസിഡർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇതിന് 8 out of 10 കൊടുക്കാം ബാറ്ററിക്ക് വേണ്ടി. ദെൻ ക്യാമറയിലേക്ക് വരികയാണെങ്കിൽ ഈ ഫോൺ വരുന്നത് ഡ്യുവൽ ക്യാമറ സെറ്റപ്പോട് കൂടിയാണ്. 64MP പ്രൈമറി സെൻസർ വിത്ത് സോണി IMX682 സെൻസർ ആൻഡ് 5MP മാക്രോ ലെൻസ്. ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 13MP ആണ് വരുന്നത്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പ്രോ മോഡ്, നൈറ്റ് മോഡ്, പോർട്രേറ്റ്, മാക്രോ, ഡ്യുവൽ വ്യൂ, ടൈം ലാപ്സ്, പാനോറമ, AR സ്റ്റിക്കർ എന്നിങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ദെൻ വീഡിയോയിലേക്ക് വരികയാണെങ്കിൽ ഫ്രണ്ട് ആൻഡ് ബാക്കിൽ നിങ്ങൾക്ക് 4K 30fps വീഡിയോ റെക്കോർഡ് ചെയ്യാം. ദെൻ ഫോട്ടോ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഈ ഒരു ബഡ്ജറ്റിനുള്ള പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഫോട്ടോസ് എല്ലാം അത്യാവശ്യം ക്രിസ്പ് ആൻഡ് ഡീറ്റെയിൽഡ് ആണ്. ദെൻ സെൽഫി ക്യാമറയിൽ നിന്ന് കിട്ടുന്ന പിക്സ് കുറച്ചുകൂടെ ഷാർപ്പൻഡ് ആയിരിക്കാം എന്നൊരു ഫീൽ എനിക്കുണ്ട്. ബട്ട് സോഷ്യൽ യൂസേജിനെല്ലാം ഓക്കെ ആയിരിക്കും. സോ ഈ ഒരു ബഡ്ജറ്റിന് ഈ ഒരു ക്യാമറയ്ക്ക് നമുക്ക് 7.5 out of 10 കൊടുക്കാം. ദെൻ സോഫ്റ്റ്വെയർ ആൻഡ് യുഐയിലേക്ക് വരികയാണെങ്കിൽ ലാവ പ്ലേ അൾട്ര വരുന്നത് ക്ലീൻ നിയർ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസോട് കൂടിയാണ്. നിങ്ങൾക്ക് മൈനർ കസ്റ്റമൈസേഷൻസ് എല്ലാം കിട്ടുന്നുണ്ടാവും. അതേപോലെ ലാവ ഡയലർ ആൻഡ് ഓട്ടോ കോൾ റെക്കോർഡർ എല്ലാം ഉണ്ടാവും. ദെൻ അപ്ഡേറ്റ്സ്, ലാവ 2 years ഓഫ് മേജർ അപ്ഡേറ്റ് ആൻഡ് 3 years ഓഫ് സെക്യൂരിറ്റി പാച്ചസ് പ്രോമിസ് ചെയ്യുന്നുണ്ട്. അതും ഈ ഒരു ബഡ്ജറ്റിന് നല്ലൊരു ഡീൽ തന്നെയാണ്. അതുമാത്രമല്ല നിങ്ങൾക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ, ബ്ലൂടൂത്ത് 5.2, Wi-Fi 6 ആൻഡ് ഗൈറോസ്കോപ്പ് ഇതെല്ലാം അവൈലബിൾ ആയിരിക്കും. NFC ഇല്ല, IR ബ്ലാസ്റ്റർ ഇല്ല, എന്നാൽ മേജർ ആയിട്ട് ഒന്നും തന്നെ മിസ് ആയിട്ടില്ല. സോ ഈ ഒരു ബഡ്ജറ്റിന് നമുക്ക് സോഫ്റ്റ്വെയറിന് 9 out of 10 കൊടുക്കാം. സോ ഫൈനൽ തോട്ട്സ്, ലാവ പ്ലേ അൾട്ര 5G വരുന്നത് ക്ലീൻ ഡിസ്പ്ലേ, സ്ട്രോങ് പെർഫോമൻസ്, മാസീവ് ബാറ്ററി, ഡീസന്റ് ക്യാമറ ആൻഡ് ക്ലീൻ സോഫ്റ്റ്വെയറോട് കൂടിയാണ്. ആൻഡ് ഇതിന്റെ പ്രൈസിലേക്ക് വരികയാണെങ്കിൽ 6GB RAM വേരിയന്റ് വരുന്നത് 14,000ഉം 8GB RAM വേരിയന്റ് വരുന്നത് 15,000ഉമാണ്. സോ ഓവറോൾ ആയിട്ട് നമുക്ക് ഈ ഒരു ഫോണിന് 8 out of 10 റേറ്റിംഗ് കൊടുക്കാം. സോ ഇതുപോലെ ഷോർട്ട് റിവ്യൂസ് നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് റെഗുലർ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരുള്ളൂ. So see you soon with my next video. Bye for now.